സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് തേക്ക് മ്യൂസിയം, നിലമ്പൂർ. വനത്തിനകത്തെ പ്രകൃതിദത്ത ഫലവൃക്ഷങ്ങൾ വളർത്തുന്നതിനു വേണ്ടി വനം വകുപ്പ് നടത്തുന്ന വിത്തൂട്ട് പദ്ധതി അവസാന ഘട്ടത്തിലേക്ക്. സംസ്ഥാനത്താകമാനം 8 ലക്ഷം വിത്തുകളാണ് വനത്തിൽ നിക്ഷേപിക്കുന്നത്. വനത്തിൽ പ്രകൃതിദത്ത ഫലവൃക്ഷങ്ങൾ വളർത്തി ഭക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുക എന്നതാണ് വിത്തൂട്ട് പദ്ധതി വഴി ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി വനമേഖലകളിൽ വിത്തെറിയൽ അവസാന ഘട്ടത്തിലാണ്. സംസ്ഥാനത്തെ കാടുകളിൽ 8 ലക്ഷത്തോളം വിത്തുകൾ പാകുകയാണ് ലക്ഷ്യം. വിത്തുകൾ എളുപ്പത്തിൽ മുള പൊട്ടുന്നതിന് അനുകൂലമായ മൺസൂൺ സമയത്താണ് വിത്തൂട്ട്. ജൂൺ 15-ന് ആരംഭിച്ച വിത്തെറിയൽ ഈ മാസം 15 വരെ നടക്കും. സംസ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിലാണ് കൂടുതൽ വിത്തുകൾ പാകുന്നത്. 1 ലക്ഷം വിത്തുകൾ പാകാനാണ് ഇവിടെ വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. മറ്റു ജില്ലകളിൽ 1/2 ലക്ഷത്തിന് താഴെയാണ് വിത്തുകൾ പാകുന്നത്. കേരളത്തിൻ്റെ രൂപപ്പെടുത്തപ്പെട്ട വനവിസ്തൃതി 11,309 ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് മൊത്തം ഭൂവിസ്തൃതിയുടെ 29.10%. ഇതിൽ വൃക്ഷകവചം 2,936 ചതുരശ്ര കിലോമീറ്ററാണ്. ഇവിടങ്ങളിൽ വന്യജീവികൾക്ക് ഭക്ഷണം വർദ്ധിപ്പിക്കുക, പ്രകൃതിദത്ത ഫലവൃക്ഷങ്ങൾ വളർത്തുക, പാരിസ്ഥിതിക സേവനങ്ങളുടെ അളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുക തുടങ്ങിയവയാണ് വിത്തൂട്ട് പദ്ധതി ലക്ഷ്യമിടുന്നത്. കാടിനുള്ളിൽ തന്നെ വന്യജീവികൾക്ക് ഭക്ഷണവും കുടിവെള്ളവും ഒരുക്കിയാൽ നാട്ടിലേക്ക് ഇറങ്ങുന്നത് കുറയ്ക്കുവാനാകുമെന്ന വിലയിരുത്തലാണ് പദ്ധതിക്ക് പിന്നിൽ. മണ്ണിൻ്റെയും ജൈവവളത്തിൻ്റെയും മിശ്രിതത്തിൽ പൊതിഞ്ഞ നാടൻ വിത്തുകളാണ് വിത്തുണ്ടയിലുള്ളത്. വളർച്ചയ്ക്കാവശ്യമായ ധാതുലവണങ്ങൾ വിത്തുണ്ടയിൽ ഉണ്ടാകും. കരണ്ടുതീനി ജീവികൾ, ഷഡ്പദങ്ങൾ, ധാന്യഭോജികൾ എന്നിവ വിത്തുണ്ടകൾ ഭക്ഷണമാക്കുന്നത് തടയാൻ വിത്തുണ്ട ഉണ്ടാക്കുന്നതിലൂടെ കഴിയും. മണ്ണ്, ചാണകം, മഞ്ഞൾ തുടങ്ങിയവ ചേർത്തുള്ള ആവരണം വിത്തുകൾക്ക് പ്രതിരോധ ശേഷിയേകും. ആഞ്ഞിലി, ഞാവൽ, പ്ലാവ്, മാവ്, പേരയ്ക്ക, ചാമ്പങ്ങ, വാളൻപുളി, കൊടംപുളി എന്നിവയുടെ വിത്തുകളാണ് വിത്തുണ്ടയിലുള്ളത്. വയനാട് നിന്നും മുളയരി ലഭിച്ചാൽ അതും വിത്തുണ്ടയാക്കും. വനപാലകരും വനസംരക്ഷണ സമിതികളും നാട്ടിൻപുറങ്ങളിൽ നിന്നുമാണ് വിത്തുകൾ ശേഖരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നോർത്ത്, സൗത്ത് ഡിവിഷനുകളിലായി 49,000 വിത്തുകൾ ഇതിനകം എറിഞ്ഞു. വിത്തുകൾ എളുപ്പത്തിൽ മുള പൊട്ടുന്ന ഇടങ്ങളിലും സൂര്യപ്രകാശം നല്ലവണ്ണം ലഭിക്കുന്ന സ്ഥലങ്ങളിലുമാണ് വിത്തൂട്ടൽ നടത്തിയത്. എളുപ്പത്തിൽ പദ്ധതിയുടെ ഗുണം ലഭിക്കില്ലെങ്കിലും വരും കാലങ്ങളിൽ പദ്ധതി ഏറെ പ്രയോജനകരമാവുമെന്ന് നിലമ്പൂർ സൗത്ത് DFO ജി ധനിക്ലാൽ പറഞ്ഞു. നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ്, സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം, അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ്. ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട. കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക 7592060888 7593060088. സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് തേക്ക് മ്യൂസിയം, നിലമ്പൂർ.